ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ കമ്പോസ്റ്റ് ബിന്നാണ്. ഞാൻ ഒരു ഫ്രൂട്ടിൻ്റെ വെജിറ്റബിളിൻ്റെ ഒന്നും തോല് അതൊന്നും വേസ്റ്റ് ആക്കത്തില്ല. ഞാൻ അതിനായിട്ടൊരു ചെറിയ ബിൻ കിച്ചണിൽ വെച്ചിട്ട് ഞാൻ അതിനകത്തിലിട്ടിട്ട് അത് കൊണ്ടുവന്ന് കമ്പോസ്റ്റ് ബിന്നിലിടും. അപ്പോൾ എനിക്ക് 2 കമ്പോസ്റ്റ് ബിന്നുകളുണ്ട്. ഇത് വെച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലാണ്. എവിടെയാണെന്നോ ഞങ്ങളുടെ കോഴിയെ വളർത്തുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത. അപ്പം അവിടെ എല്ലാം ഒന്ന് കാണാം. അതാണ് കോഴിക്കൂടിൻ്റെ സൈഡ്. അവിടെ കൂടി ഇങ്ങോട്ട് നടന്നാൽ ഞങ്ങൾ വരുന്നത്. എന്നിട്ട് വന്നിട്ട് ഞാൻ ഇവിടെയാണ് കമ്പോസ്റ്റ് ബിൻ വെച്ചിരിക്കുന്നത്. ഇവിടെ 2 കമ്പോസ്റ്റ് ബിൻ ഉണ്ട്. ഒന്ന് ഇതും പിന്നെ ഒന്ന് മറ്റേ ഈ ബ്ലാക്കും. എനിക്ക് ആദ്യത്തെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞാൻ ഒത്തിരി 2-3 വർഷം കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരിക്കലും ശരിയാവത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു അന്നത്തെ എൻ്റെ ബിന്നാണെങ്കിൽ ഈ ബിന്നായിരുന്നു. ഇതും ഇതുപോലത്തെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 2 എണ്ണം വാങ്ങി. പക്ഷേ വാങ്ങിയത് ഈ ബിന്നാണെങ്കിൽ വർക്കായില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹോളുകൾ, ഇതും കമ്പോസ്റ്റ് ബിൻ തന്നെയാണ് ഇവിടുത്തെ, ഈ ഹോളുകൾ കാരണം എനിക്ക് തോന്നുന്നത് അതങ്ങ് ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് അവിടെ വെച്ചിട്ട് അതിപ്പോൾ എൻ്റെ ഒരു സ്റ്റോറേജ് ബിന്നായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതും മറ്റേതും കൂടെ. എന്നിട്ട് ഇതിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. 2 ബിൻ എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ബിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് ഒരു 3 മന്ത്സ് വെച്ചിരിക്കണം. അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ 3 മന്ത്സ് ഇരിക്കുമ്പോഴാണ് ശരിക്കും അത് കമ്പോസ്റ്റ് ആവുന്നത്. അപ്പം ഒരെണ്ണം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേത് യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പം. എന്നിട്ട് ഇതിൽ ഈ ഒരു ബിന്നിൽ ഞാൻ സ്റ്റോർ ചെയ്യുക. ഞാൻ നേരത്തെ എൻ്റെ സ്ട്രീറ്റ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓട്ടം സീസൺ വരുമ്പോൾ അവിടെ എല്ലാം അങ്ങ് ലീഫ് വീഴും. അപ്പം ഞാനത് കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഇതിനകത്തിൽ ഇതല്ല, ഇത് കണ്ടില്ലേ, ഇതാ ഡ്രൈ ലീഫിനെ കൊണ്ടുവന്നിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഈ ആദ്യത്തെ പഴയ ബിന്നും അതിലും ഞാൻ ലീഫ് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഈ ലീഫ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ കൊള്ളും. ഒത്തിരി ഈ 2 ബിന്നിലെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തേക്കുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബിന്നിലാണ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ബിൻ. അതൊന്ന് കാണാം. കണ്ടില്ലേ, ഇതിനകത്തിലിപ്പോൾ നല്ലതുപോലെ വേംസ് എല്ലാം ഉണ്ട്. ആ വേംസ് ഉണ്ട്. എല്ലാ ടൈപ്പ് ജീവികളെല്ലാം ഉണ്ട് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി. ഇങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല ലൈവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്തിൽ. ടിഷ്യൂ അത് വേംസ് കണ്ടില്ലേ, അങ്ങനെ നിറയെ വേംസ് എല്ലാം ഉണ്ട്. എന്നിട്ട് ഇതിനകത്തിൽ ഞാൻ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. ഇതങ്ങ് ഇപ്പം നിറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇടുന്നുള്ളൂ ഇതിനകത്തിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇത് തുടങ്ങും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇത് 3 മാസത്തിന് മുമ്പ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. കണ്ടേ, ഇതുപോലെ നിറഞ്ഞിരുന്നതായിരുന്നേ. ഇപ്പോൾ അത് താന്നിട്ട് ഇങ്ങനെയായി. ശരിക്കും അത് ശരിക്കും ഒരു നല്ല കമ്പോസ്റ്റായിട്ടും വന്നു. അതേ ഇങ്ങനെ നല്ല പൊടിഞ്ഞ് കിടക്കുന്നേ. അതിനെ ഞാൻ അടുത്തൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ചെടുത്ത് വെച്ചേക്കുന്നു. അതെ, നല്ല പൊടിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ എന്നിട്ട് ഇതിനകത്തിൽ ഇതെല്ലാം ഞാനിങ്ങനെ എടുത്ത് മാറ്റി. ഇതിന് ശരിക്കും അടിയിലും ഒന്നുമില്ല. ഈ ബിന്നിങ് പൊക്കിയെടുക്കാം. എനിക്ക് പൊക്കിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഞാനതെല്ലാം എനിക്ക് എളുപ്പം എടുക്കാൻ പറ്റും. എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ഇതിലിട്ട് തുടങ്ങും. അതിട്ട് തുടങ്ങുമ്പോൾ ഞാനൊരു പ്രാവശ്യം കാണിക്കാതെ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന്. അപ്പോൾ ഇതിനകത്തിൽ ഈ ഇടുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യം ശരിയാവാത്തത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മിക്സും ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതിനകത്തിലെല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. അത് ഞാനിവിടെ കൊണ്ടിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട്. ഇത്രയും നിറയ്ക്കത്തില്ല സാധാരണ ഞാൻ. പക്ഷെ എന്നാലും ഇതിനകത്തിൽ ഇപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും പിന്നെ ഗുണമുള്ള പാർട്ടെന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ ഇത് കമ്പോസ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പം വെറ്റ് സാധനങ്ങളല്ലേ, ഇതിനെ വെറ്റ് വേസ്റ്റ് പറയും ഇപ്പം, ഗ്രീൻ വേസ്റ്റ്, ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ എല്ലാം. എന്നിട്ട് ഇത് ഞാൻ എപ്പോഴും ഇതിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ബിന്നിൽ ഞാൻ പറഞ്ഞ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ലീഫ് ഇത് ശരിക്കും നല്ല ഇപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് എൻ്റെ രണ്ട് സൈഡ് റോഡിൽ നിന്നും മറ്റേ ഫ്രണ്ട് റോഡിൻ്റെ ആ മരങ്ങളുടെ ലീഫായത്, 2 ടൈപ്പ് ലീഫ്. ഇത് തന്നെ ഞാനിങ്ങനെ എടുത്തിട്ട് വെച്ചേക്കുന്നുണ്ടല്ലേ. എന്നിട്ട് ഞാൻ എപ്പോഴും വന്നിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ, ഈ ഗ്രീൻ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ബ്രൗൺ വേസ്റ്റ് വേണം. ബ്രൗൺ വേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഉള്ളത് നല്ലതാണ്. എനിക്ക് ഇടാവുന്ന അത്രയും ഞാനങ്ങ് ഇടും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ ഗ്രീൻ വേസ്റ്റ് ഇടുമ്പോൾ ഈ ബ്രൗൺ വേസ്റ്റ് ഇടണം. കാരണം ഗ്രീൻ വേസ്റ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിലങ്ങ് പിന്നെ വെറ്റായിട്ട് അപ്പോൾ ആ വേംസിനും ബാക്കിയുള്ള മൈക്രോബായിട്ടുള്ള എല്ലാത്തിനും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ഈ ബ്രൗൺ ലീഫ് ഇപ്പം ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ, എന്നിട്ട് ഇതിനെ ശരിക്കും ആ മറ്റേ വെറ്റ്നെസ് ഇതെടുത്തിട്ട് ആ കറക്റ്റ് വെറ്റിൽ കൊണ്ടുവരും. പിന്നെ ഇതുപോലെ നമ്മൾ എപ്പോഴും കറക്റ്റ് അടച്ച് വെക്കണം. ഈ ബിന്നിൻ്റെ വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും ഒരു ഹോളൊന്നുമില്ല, അടിയിൽ ശരിക്കും ബേസ് ഇല്ല, അതുകൊണ്ട് അടിയിൽ കൂടെ കുറച്ച് കാറ്റ് കയറുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാറ്റ് വേണ്ട ശരിക്കും, അന്നേരമാണ് അത് വർക്കാവുന്നത്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ കമ്പോസ്റ്റ് എല്ലാം പിന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാനിത് പുതുതായിട്ട് ഒരു പ്രാവശ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിലിവിടെ എൻ്റെ ബോഗൻ വില്ലയും കൂടെ ഒന്ന് കാണിച്ചേക്കട്ടെ. ഇത് ഫ്രണ്ടിൽ നോക്കിയാലും കാണാം, ഇവിടെ നിന്ന്